ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് വരുന്ന വ്ളോഗ് 2 പാർട്ടായിട്ട് ഇടാമെന്ന് വെച്ചു. കാരണം അല്ലെങ്കിൽ ഫുൾ സ്ട്രെച്ചിൽ വലിയൊരു ലോങ് വീഡിയോ ആയി പോവാത്, അപ്പോൾ ഒരു രസം ഉണ്ടാവില്ല കാണാൻ. അപ്പോൾ ആദ്യത്തെ പാട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ പാട്ട് ഞാൻ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ എല്ലാവരും പോയി 2 പാട്ടും കണ്ടിട്ട് വരൂ. രാവിലെ തന്നെ എൻ്റെ അമ്മ ഓഫീസിൽ പോയിട്ട് ഫോൺ എടുക്കാൻ മറന്നു. ഇനിയിപ്പം ഞാനത് കൊണ്ടു കൊടുക്കണം. അപ്പം ഞാനത് കൊണ്ടു കൊടുക്കാൻ, അമ്മ KCBയിലാണ് വർക്ക് ചെയ്യണേ, കൊണ്ടു കൊടുക്കാൻ പോവാണ്. അവിടെ ഞാൻ കുറച്ച് നാൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ആൾക്കാരെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വെച്ചു. ഇതാണ് അമ്മയുടെ ഓഫീസിലെ കട്ടപ്പ. രാജമൗലി ബാഹുബലി 3 എടുക്കുന്നുണ്ടെങ്കിൽ ആളെ തന്നെ വിളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ഇതാണ് എൻ്റെ അമ്മ, ഇതാണ് അമ്മയുടെ ഓഫീസ്. ഞാൻ അമ്മയുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് പുരികം ത്രെഡ് ചെയ്യാനൊക്കെ വന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ എൻ്റെ പഴയ വീട്, ഞാൻ കുട്ടി UKG LKG ആയിരുന്നപ്പോൾ നിന്നിരുന്ന വീട്ടിലേക്ക് വന്നേക്കാം. അതുപോലെ എന്നെ കുഞ്ഞെന്നപ്പോൾ അപ്പുറത്തെ വീട്ടിലെ നൈബേഴ്സ് നോക്കിയിരുന്നു. അപ്പോൾ അമ്മാമ്മേനെ ഞാൻ കാണിച്ചു തരാം. ഈ പറമ്പിലായിരുന്നു എൻ്റെ വീടുണ്ടായിരുന്നത്. ഇപ്പോൾ വീടൊക്കെ പൊളിച്ച് ഇവിടെ ആകെ കാട് പിടിച്ച് കിടക്കുകയാണ്. ഇതാണ് കുഞ്ഞായിരിക്കുമ്പോൾ എന്നെ നോക്കിയിട്ടുള്ള അമ്മാമ്മേൻ്റെ വീട്. എൻ്റെ കോസലുമായി അമ്മമ്മ, ഈ അമ്മാമ്മയുടെ അമ്മയാണ് എന്നെ നോക്കിയിട്ടുള്ളത്. അപ്പം അമ്മാമ്മ ഇപ്പം ഇല്ല, അമ്മായി ഉണ്ട്. അമ്മായി കുഞ്ഞായിരിക്കുമ്പോൾ ഞാൻ ഇവരെ വീട്ടിൽ നിന്ന് കട്ടൻ ചായ കുടിക്കാൻ ഓടി വരും രാവിലെ തന്നെ. ബാഹുനും ബൊമ്മിനും വാക്സിനേഷൻ എടുക്കാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വന്നിട്ട് എടുക്കാമെന്ന് വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുത്തിവെക്കാനായിട്ട് ആദ്യം ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് പോയി. പക്ഷെ അവർ ശനിയാഴ്ച കുത്തിവെക്കണില്ല എന്ന് പറഞ്ഞു. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ടാണ് എന്താണെന്ന് അറിയില്ല, മറ്റേ വാക്സിനേഷൻ ഉണ്ടായില്ലെന്ന്. അപ്പം ഞങ്ങൾ വേറൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് വന്നേക്കാണ്. അങ്ങനെ സക്സസ്ഫുള്ളി ഞങ്ങളുടെ കുത്തിവെക്കൽ കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. ഇവരിപ്പോൾ അപ്പുറം ഇപ്പുറം ഇരുന്ന് എന്തൊക്കെയോ കാഴ്ചകൾ കണ്ട്. എനിക്ക് ഡ്രസ്സ് വാങ്ങാനായിട്ട് പിന്നെ ഞങ്ങൾ ഫാസിയോയിൽ പോയി. അവിടെ ഒരു സെയിൽ നടക്കണ്ടായിരുന്നു, എത്രയോ % ഓഫൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ആഗ്രഹം പോലെ ഞങ്ങൾ ജോയ്സ് ഹോട്ടലിൽ പോയിട്ട് ചട്ടിച്ചോറ് കഴിച്ചു. ഇതാണ് ഗായ്സ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. എൻ്റെ 8ാം ക്ലാസ് മുതലാണിത്. അതെ, നമ്മളങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്നു. അമ്മേ In 50 meters, turn left. Take the next left, then turn right. നല്ല കണ്ടീഷനിലുള്ള റോഡാണ് ഗൈസ്. ഭയങ്കര കണ്ടീഷനാണ്, എന്താണെന്നറിയില്ല. നിങ്ങളിപ്പോ ചിന്തിക്കുന്നുണ്ടാവും ഞങ്ങൾ എന്തുകൊണ്ട് മറ്റേ ഹെൽമെറ്റ് ഇല്ലാന്ന്. ഹെൽമെറ്റ് വേണ്ട ഈ വണ്ടിക്ക്. ഞങ്ങൾക്ക് ഈ പേട്ട വണ്ടിക്ക് നമ്പർ പ്ലേറ്റ് ഒന്നുമില്ല. ഇത് മറ്റേ കുബേരനിൽ ഓടിക്കുന്ന വണ്ടിയാണ്. ഈ പാടത്തിന്റെ പേരെന്താ? നല്ല ഭംഗിയുണ്ടല്ലോ. ഇതാണ് എന്റെ പാടം. പാടത്തിന്റെ പേരെന്താ? പേരൊന്നില്ല, എനിക്കറിഞ്ഞൂടാ. വണ്ടിയൊക്കെ വരുന്നിട്ടാ നീ നോക്കി ഓടിക്കണേ. അങ്ങനെ ഞങ്ങള് ചീപ്പഞ്ചിറയിൽ എത്തിക്കുകയാണ് കേട്ടോ ഗൈസ്. ഗൈസ് ഇങ്ങനെ ഞങ്ങള് ചീപ്പഞ്ചിറയിൽ എന്ത് കാണാൻ വന്നേ? സൺസെറ്റ് ഇങ്ങനെ തോട്ടിലേക്ക് വീണെടുക്കുന്ന സൂര്യനില്ലേ, അത് കാണിച്ചു തരാം. വീടാ പോകുന്നു. ഇപ്പൊ വീഴും. ഞങ്ങള് വലിയ കാര്യം പാട്ടൊക്കെ ഒന്നും പറ്റില്ല. പൂച്ച ഞങ്ങളുടെ കൂടെ പാരലായിട്ട് ഓടി വന്നൊരു ഗ്ലൈഡ് പോയി. നമ്മളിപ്പോൾ സരൺ മാമന്റെ വീടിന്റെ ലിഫ്റ്റിന്റെ അകത്താണ്. പൊക്കോ ഇതാണ് ഞാൻ. ഇപ്പൊ ഞാൻ സരൺ മാമന്റെ വീട്ടില് നമ്മൾ കൂടാൻ വന്നേക്കാണ്, എല്ലാ കസിൻസും കൂടിയിട്ട്. മാമൻ എനിക്ക് ഹൈദരാബാദ് പോണേ മുൻപും ഒരു ചിലവ് തന്നിരുന്നു. ഇപ്പോൾ ഞാൻ നാട്ടിലേക്ക് എത്തിയപ്പോഴും ചിലവാണ്. ഇപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ അടിച്ച് സെറ്റാക്കാൻ പോവാണ്. ചെറിയ ബിറ്റ് കാണിക്കുള്ളൂ. മാമൻ്റെ വീട് കുറച്ച്
ആർക്കിടെക്ചറൽ പരമായിട്ടുള്ള വലിയൊരു വീടായതുകൊണ്ട് തന്നെ അതങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറ്റണ ബിറ്റ്സൊക്കെ കാണിക്കാം. ഞങ്ങൾ ഇവിടുത്തെ ഊഞ്ഞാൽ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഫുഡ് അടിക്കാൻ പോവാണ്. അങ്ങനെ ഞാനിനി സെക്കൻഡ് ഫ്ലോറിലേക്ക് പോവുകയാണ്. അവിടെ എൻ്റെ യൂട്യൂബിലെ വീഡിയോ തന്നെ ഇവരിരുന്ന് ഹോം തിയേറ്ററിൽ ഇട്ടിട്ട് കാണാൻ പോവാന്ന് പറഞ്ഞു. അതെങ്ങനെയുണ്ടെന്ന് കാണാം. ഉഴിഞ്ഞ തരണോ നിനക്ക്? ഉഴിഞ്ഞ തരണോ നിനക്ക്? കടി കൂടാണ്ടിരുന്ന ഉഴിഞ്ഞ തരണം. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് ഫ്ലൈറ്റ് കയറാനിരിക്കുകയാണ് ഇപ്പോൾ. ഞാൻ എന്നെ കാണാൻ വിഷമം ഉണ്ടായോ? ഉണ്ടായിന്നൊക്കെ. അങ്ങനെ ഞാൻ ഹോസ്റ്റലിലേക്ക് തിരിച്ചെത്തി ഗൈസ്. ബാക്ക് ടു മൈ സ്ട്രെസ്ഫുൾ ലൈഫ്. ഇപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചു. ഇനി രജിസ്ട്രേഷൻ പരിപാടികളൊക്കെ ഉണ്ട്, അതിന് പോകണം. അപ്പോൾ ഈ വ്ളോഗ് ഞാനിവിടെ ഇങ്ങനെ എൻഡ് ചെയ്യാണ്. എനിക്ക് ഈ വീട്ടിൽ നിന്ന് വരാൻ നല്ല വിഷമമുണ്ടായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, കരയൊക്കെ ചെയ്തു ഞാൻ. സാരില്ല, ഇതൊക്കെ പാസ് ചെയ്യണമല്ലോ. അപ്പോൾ ഈ വ്ളോഗ് ഞാനിവിടെ എൻഡ് ചെയ്യാണ്. ഇനി വേറൊരു പുതിയ വ്ളോഗായിട്ട് പിന്നെയും കാണാം. ബൈ.